ഹായ് ഫ്രണ്ട്സ്, രണ്ട് കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഒന്ന്, ഈ ബ്ലോക്ക് കിട്ടി എന്ന് പറയണവർ അവർക്ക് എന്തുകൊണ്ടാണ് ബ്ലോക്ക് കിട്ടുന്നത് എന്ന്. പിന്നെ ഈ അൺഫോളോ ചെയ്ത് പോണില്ലേ അവരെക്കുറിച്ചും പറയാനാണ്. ഈ ബ്ലോക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക് നമ്മളായിട്ട് വാങ്ങിച്ച് കൂട്ടുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തുടരെ ഇങ്ങനെ ഈ ലൈക്ക് കമൻറ്റ് അത് ഒരേ കമൻറ്റ് തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഒരു പോസ്റ്റിൽ ഒരു ലൈക്ക് ഇട്ട് ഒരു കമൻ്റ് ഇട്ട് സെയിം കമൻറ്റ് തന്നെ വീണ്ടും ഒരു 5-6 പോസ്റ്റിലിട്ടാൽ അത് സ്കാമായിട്ട് കണക്കാക്കും നമ്മളെ ഫേസ്ബുക്ക്. അതുകൊണ്ട് നമ്മൾ ഒന്നിൽ കൊള്ളാമെന്നൊരു കമൻ്റ് ഇട്ടാൽ അടുത്തതിൽ നൈസ്, അതിൻ്റെ അടുത്തതിൽ സൂപ്പർ, അടിപൊളി, പൊളിച്ചു, അടിപൊളി, അങ്ങനെയുള്ള പല കമൻറ്റ് ഇടണം. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലും മതി. എന്താണോ ആ പോസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു കമൻ്റ് ഇടുക. അല്ലാതെ ഗുഡ്, കൊള്ളാം, നൈസ് അങ്ങനെ കമൻ്റ് ഇട്ട് പോവുകയാണെങ്കിൽ അത് പണിയാവും. മാത്രമല്ല, നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുമ്പോൾ ആ ആൾക്ക് ഒരു ഫോളോ കൊടുത്തിട്ട് ആ ആളുടെ പ്രൊഫൈലിലോട്ട് കയറി 1-2-3 പോസ്റ്റിന് ഒരു ലൈക്കും ഒരു കമൻറ്റും കൊടുക്കുക. എന്നിട്ട് അടുത്ത ആളിലോട്ട് ഫോളോ പോവുക. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കും. അതായത് നമ്മൾ ഒരു ലൈക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫോളോ കഴിഞ്ഞ് വീണ്ടും 2-3 പ്രവൃത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരാളെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമുക്കവിടെ ഗ്യാപ്പ് കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, സ്കാമായിട്ട് കണക്കാക്കില്ല. പിന്നെ ഈ അൺഫോളോ ചെയ്ത് പോകുന്നവർ, ഫേസ്ബുക്ക് ഈ മോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് തന്നെ ഫേസ്ബുക്കിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ആ ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ മോണിറ്റൈസേഷൻ പ്രോഗ്രാം. അപ്പം അതിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് ഫോളോയിങ്ങിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ അൺഫോളോ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയെ ഡെവലപ്പിങ്ങിൽ നിന്ന് മാറ്റുന്നു. അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നവർക്ക് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നവരെയാണ് നെഗറ്റീവായിട്ട് എടുക്കുന്നത്, അല്ലാതെ ഫോളോ ചെയ്യപ്പെടുന്നവരല്ല. അവർ കമ്മ്യൂണിറ്റിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് വിലക്കുന്നു. അവർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അവരുടെ ആ ഒരു വിസിബിലിറ്റി എല്ലാം മാറ്റും. അതുകൊണ്ട് അൺഫോളോ ചെയ്യുന്നവർ വലിയ സെലിബ്രിറ്റി ചമഞ്ഞിരിക്കുകയൊന്നും വേണ്ട. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്താൽ എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്, ഫോളോവേഴ്സ് എന്ന് പറയില്ല, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് കൂടുതലായിട്ട് കൊടുക്കും. അല്ലാതുള്ളവർക്ക് വാളിൽ വരുന്നവർക്കൊക്കെ ഓരോ ലൈക്ക് കമൻറ്റ് കൊടുത്തു വിടും. ഫോളോ ചെയ്ത് വരുന്നവർക്ക് മിനിമം 3 പോസ്റ്റിനെങ്കിലും ലൈക്ക് കമൻറ്റൊക്കെ കൊടുക്കും. ഇതുപോലെയുള്ള വീഡിയോസിന് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.